ഇന്നൊരു സ്ത്രീ എൻ്റെ അടുത്ത് വന്ന് കുറേ നേരം സംസാരിച്ചു. ഒന്നുമല്ല, പ്രസവം കഴിഞ്ഞ് വയറൊക്കെ ചാടി ചുളിഞ്ഞ് ഒക്കെ ഇരിക്കുകയാണ്, വൃത്തികേടായിട്ട് ഇരിക്കുകയാണ്. ഭർത്താവ് പറഞ്ഞു, അയ്യോ എന്ത് നല്ല വയറായിരുന്നു, ഇങ്ങനെ ആയല്ലോടി. ആ ഒരു വാക്ക് ഭയങ്കരമായിട്ട് ആൾക്ക് വിഷമമുണ്ടാക്കി. എനിക്ക് എപ്പോഴാണ് വർക്കൗട്ട് ചെയ്യാൻ പറ്റുക, എപ്പോഴത്തേക്കാണ് ഇതൊന്ന് നോർമലാവുക, ആകെപ്പാടെ ടെൻഷൻ, എൻ്റെ ഭംഗിയൊക്കെ പോയി, എൻ്റെ ഭർത്താവിന് എന്നോട് ഇഷ്ടം കുറയുമോ എന്നൊക്കെ ഉള്ളത്. നമുക്ക് നിങ്ങളുടെ കുട്ടിയെ ചുമന്ന അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ആദ്യത്തെ താമസ സ്ഥലം അല്ലേ, എത്രയോ പ്രീഷ്യസ് ആയിട്ടുള്ള ഇടാണ്. അതൊന്ന് നോർമലായിട്ട് വരാൻ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് എക്സസൈസ് ഒക്കെ ചെയ്ത് നോർമലാക്കി വരും. അതുവരെ അവളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന് നോക്കേണ്ട ആളാണ് ഇങ്ങനെ പറഞ്ഞത്. ശരിയാണോ? കൂടെ അവർ ഒരു പ്രശസ്ത ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടർ ടമ്മി ടെക്കിനെ പറ്റിയിട്ട വീഡിയോ, നിങ്ങളുടെ വയറ് വൃത്തികേടായിട്ടിരിക്കണോ, പ്രസവം കഴിഞ്ഞിട്ട് ഭംഗിയില്ലാണ്ട് തൂങ്ങിക്കിടക്കണോ, എങ്കിൽ ഇവിടെ വന്നാൽ മതി, ടമ്മി ടെക്ക് ചെയ്ത് തരും, വില കുറവുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു അത് ഷെയർ ചെയ്ത് ഇത് ചെയ്യാവോ, എനിക്ക് ഫീഡ് ചെയ്യുന്ന സമയത്ത് ഇത് ചെയ്യാവോ എന്ന് നോക്കൂ. ഫീഡ് ചെയ്യുന്ന സമയത്ത് കുട്ടികളുടെ ഹെൽത്തിന് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് നിൽക്കേണ്ട സമയമാണ്. അത് കഴിഞ്ഞ് ഒരുപാട് സമയത്ത് നിങ്ങൾക്ക് നല്ല ഡയറ്റും അത് എക്സസൈസൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ ടമ്മി നിങ്ങൾക്ക് ഫ്ലാറ്റാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതിന് മുമ്പ് പോയിട്ട് ഉള്ളിൽ കൊഴുപ്പൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് ടമ്മിട്ടൊക്കെ ചെയ്യേണ്ട ആവശ്യമില്ല. ഡോക്ടേഴ്സ് തന്നെ ഇപ്പോൾ ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. യഥാർത്ഥ രീതിയിൽ എങ്ങനെ അവരുടെ ഹെൽത്ത് വീണ്ടെടുക്കാം, എങ്ങനെ അവരുടെ ബോഡി സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാമെന്നല്ല ഇപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഭയങ്കരമായിട്ട് ഇപ്പോൾ ആൾക്കാർ ബ്യൂട്ടി കോൺഷ്യസ് ആവുന്നുണ്ട്. എന്ന് വെച്ചാൽ എവിടെ നോക്കിയാലും വെളുക്കേണ്ട മെഡിസിന്, വെളുക്കേണ്ട മരുന്ന്, കറുത്തിരുന്നിട്ടുണ്ട്, അയ്യോ മുട്ടിൻ്റെ അവിടെ കറുത്തുപോയി, അല്ലെങ്കിൽ ഇവിടെ കറുത്തുപോയി, അയ്യോ കഷത്തിൻ്റെ അവിടുത്തെ കറുത്തുപോയി. നമ്മളെല്ലാം കറുത്ത ആൾക്കാരല്ലേ, ഇന്ത്യക്കാരല്ലേ. കുറച്ച് മെലാനിൻ അവിടെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഹെൽത്തി അല്ലേ, മെലാനിൻ ഹെൽത്തി അല്ലേ, നമ്മുടെ ബോഡീനെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളതല്ലേ. എന്തൊക്കെയാണ് ഭയങ്കരമായിട്ട് ബ്യൂട്ടി കോൺഷ്യസ് ആവുക ആളുകൾ, അതിനുവേണ്ടി എന്തും ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുക. അതിൻ്റെ പേരിൽ കുറേ പേര് കുറേ കാര്യങ്ങളും അനുഭവിക്കുന്നു. ബ്യൂട്ടി ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ കൂടുതലായിട്ട് വീഡിയോസ്, ഫോൺ പോലുള്ള വീഡിയോസ് കണ്ടിട്ട് പെണ്ണ് ഇങ്ങനെ ആയിരിക്കണം, ഇതേപോലെ ആയിരിക്കണം, കിട്ടിയ പെണ്ണ് അങ്ങനെ അല്ലെങ്കിൽ അവിടെ ജീവിതം തകർന്നു. എന്തൊക്കെയാലേ.